ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂലൈൻ. നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു നോക്കിയിരുന്നത് അല്ലേ? കമ്പൈലർ ഡിസൈനിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് കമ്പൈലർ എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ കമ്പൈലറിൻ്റെ ഫേസസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ ഫേസസും ഡീറ്റെയിൽഡ് ആയിട്ടാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഫേസ് ആണ് നമ്മുടെ ലെക്സിക്കൽ അനാലിസിസ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെക്സിക്കൽ അനാലിസിസ് ഫേസ് ആണ് കമ്പൈലറിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫേസ്. അതിനെ തന്നെയാണ് നമ്മൾ സ്കാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്കാനിങ്ങും ലെക്സിക്കൽ അനാലിസിസും ഒന്നാണ്. ഓക്കെ, ഇനി ഈ ലെക്സിക്കൽ അനലൈസർ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സോഴ്സ് ഫയൽ ഉണ്ടല്ലോ. ഓക്കെ, അപ്പം ഇൻപുട്ട് ഫയൽ അല്ലെങ്കിൽ അതിനെ സോഴ്സ് കോഡ് എന്ന് പറയും അല്ലേ? ഇപ്പം നമ്മളൊരു പ്രോഗ്രാം എഴുതി എന്നിട്ട് നമ്മൾ കമ്പൈലറിന് കൊടുക്കുമ്പോൾ ആ പ്രോഗ്രാം നമ്മൾ എഴുതിയ പ്രോഗ്രാമിനെയാണ് നമ്മൾ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്, അല്ലെ സോഴ്സ് ഫയൽ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഇതിനെ കമ്പൈലർ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ ഫേസിലൂടെ കടത്തിവിടും. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ലെക്സിക്കൽ അനാലിസിസ് ഫേസ് ആണ്, അതായത് സ്കാനിങ് ഫേസ് ആണ്. ഈ ലെക്സിക്കൽ അനലൈസർ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഴുതിയിരിക്കുന്ന സോഴ്സ് കോഡിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ മീനിങ് ഫുൾ ആയിട്ടുള്ള സീക്വൻസുകളാക്കി മാറ്റും, അതായത് മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡുകളാക്കി മാറ്റും. ഓക്കെ, ഈ മീനിങ് ഫുൾ വേർഡിനെ പറയുന്ന പേരാണ് ലെക്സീം എന്നുള്ളത്. ഓക്കെ, ലെക്സീം. അപ്പം നമ്മളിപ്പം ഒരു ഒരു പ്രോഗ്രാം എഴുതിയാൽ ഇപ്പോൾ ഇൻഡ് എ ഫ്ലോട്ട് ബി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതുമല്ലോ. അപ്പം ഇൻഡ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സ്കാൻ ചെയ്യും. ഓക്കെ, അപ്പം INT. ഓക്കെ, അപ്പോൾ അതിനെ സ്കാൻ ചെയ്തിട്ട് ഈ ഇൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ്, അതൊരു മീനിങ് ഫുൾ വേർഡാണ് അല്ലേ? അതായത് ഐയും എന്നും ടി എന്ന് പറയുന്നത് എന്താണ്, ഈ മൂന്നെണ്ണം എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ എന്ന് പറയും. ഇപ്പം TOC പഠിച്ചിട്ടുണ്ടെങ്കിൽ, തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ എന്താണ് ഓട്ടോമേറ്റ എന്നൊക്കെ പറയുന്ന സംഭവം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ സിമ്പിൾസ് എന്ന് പറഞ്ഞ സംഭവം പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ സിമ്പിൾ ഇപ്പോൾ INT അങ്ങനെ വരുന്നതൊക്കെ നമ്മൾ സിമ്പിളുകൾ എന്നാണ് പറയുന്നത്. അപ്പം ഈ സിമ്പിളിനെ എന്ത് ചെയ്യും, ഗ്രൂപ്പ് ചെയ്തിട്ട് അതിനെ ഒരു മീനിങ് ഫുൾ വേർഡ് ആക്കി മാറ്റും. ഓക്കെ, അതിനെയാണ് ലെക്സീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെക്സീമുകളെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ലെക്സീമിൽ നിന്ന് ലെക്സിക്കൽ അനലൈസർ ടോക്കണുകളെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സ്ട്രീമിനെ അല്ലെങ്കിൽ സ്ട്രീം ഓഫ് ക്യാരക്ടേഴ്സിനെ സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, ലെക്സീംസ് ആയിട്ട് മാറ്റും, മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡുകളാക്കി മാറ്റും, കുഞ്ഞു കുഞ്ഞു വേർഡുകളാക്കി മാറ്റിയിട്ട് ഈ വേർഡുകളിൽ നിന്ന് എന്ത് ചെയ്യും, ലെക്സിക്കൽ അനലൈസർ ടോക്കണിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ലെക്സിക്കൽ അനലൈസർ അല്ലെങ്കിൽ ലെക്സിക്കൽ അനാലിസിസ് ഫേസിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ടോക്കൺ ആണ്. ഓക്കെ, അപ്പൊ ടോക്കൺ ആണ് നമ്മുടെ ലെക്സിക്കൽ അനാലിസിസ് ഫേസിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ വരുന്ന ടോക്കണിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ആയിരിക്കും. ടോക്കൺ നെയിമും കാണും, ആട്രിബ്യൂട്ട് വാല്യൂവും കാണും. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും എന്ത് ചെയ്യുക, ടോക്കണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലെക്സിക്കൽ അനാലിസിസ് ഫേസ് ടോക്കണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ടോക്കൺ നെയിം വരും, ആട്രിബ്യൂട്ട് വാല്യൂവും കാണും. ഓക്കെ, അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ടോക്കൺസിനെ കുറിച്ച്. നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ ടോക്കണുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഇൻ എ പ്രോഗ്രാം. നമ്മളൊരു പ്രോഗ്രാം എഴുതി, നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിനകത്ത് എല്ലാം ടോക്കണാണ്. ഒരു കോമയിട്ട് അതൊരു ടോക്കണാണ്. ഓക്കെ, ഇൻഡ് എന്ന് എഴുതിയാൽ അതൊരു ടോക്കണാണ്, ഫ്ലോട്ട് എന്ന് എഴുതിയാൽ അതൊരു ടോക്കണാണ്. നമുക്കറിയാം എന്താണ് ഈ ഇൻഡ് ഫ്ലോട്ട് എന്നുള്ള ഏത് കാറ്റഗറി വരുമെന്നുള്ളത് നമുക്കറിയാം അല്ലേ? ഇൻഡ് ഫ്ലോട്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മൾ ഡേറ്റ ടൈപ്പുകളാണ് അല്ലേ? അപ്പം അല്ലെങ്കിൽ നമുക്ക് അത് കീവേഡ് അണ്ടർ കീവേഡും കൂടാണ് ഇൻഡ് ഫ്ലോട്ട് എന്നൊക്കെ പറയുന്ന കീവേഡ് കൂടെ. അപ്പം നമുക്ക് കുറേ ടോക്കണുകളുണ്ട്. ഇപ്പൊ ഒരു പ്രോഗ്രാം എടുത്ത് നോക്കിയാൽ, ഒരു C പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ, C പ്രോഗ്രാമിൽ കുറേ ടോക്കണുകളുണ്ട് അല്ലേ? അതായത് കീവേഡ് എന്ന് പറഞ്ഞൊരു ടോക്കണാണ്, ഐഡന്റിഫയർ എന്ന് പറഞ്ഞൊരു ടോക്കണാണ് അല്ലേ? പിന്നെ എന്താണ്, കോൺസ്റ്റന്റുകൾ ഒരു ടോക്കണാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഓപ്പറേറ്റേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ അതിനകത്ത് വീണ്ടും വീണ്ടും നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ? അരിത്തമാറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ എന്നൊക്കെ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്പ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ടോക്കണാണ് അല്ലേ? അതിന് അടിയിൽ വരുന്ന കാറ്റഗറീസ് ആണ് ഈ പറയുന്ന അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ഓക്കെ, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് അല്ലേ? അപ്പം ഈ ടോക്കൺ എന്ന് പറയുന്നത് എന്താണ്, കീവേഡ് ഒരു ടോക്കൺ ആണ്, ഐഡന്റിഫയർ ഒരു ടോക്കൺ ആണ്, ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ടോക്കൺ ആണ്. പങ്ക്ച്വേഷൻ മാർക്കുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അതിനെ പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയും അല്ലേ? അപ്പം അതായത് കോമ ഇടുന്നുണ്ട്, സെമി കോളൻ ഇടുന്നുണ്ട്, ഓക്കെ, ഫുൾ കോളൻ നമ്മൾ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഈ പറയുന്നതൊക്കെ എന്താണ്, ടോക്കണുകളാണ്. അപ്പം ഇതാണ് നമ്മൾ ടോക്കൺസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ടോക്കണായിട്ട് പ്രൊഡ്യൂസ് ചെയ്താണ് നമ്മുടെ ലെക്സിക്കൽ അനാലിസിസ് ഫേസ് നമുക്ക് തരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഈ തരുന്ന ടോക്കണുകളെ എന്ത് ചെയ്യും, അടുത്ത ഫേസിലേക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ഫേസ് എന്ന് പറയുന്നതാണ് നമ്മുടെ സിൻടാക്സ് അനാലിസിസ് ഫേസ് അല്ലേ? രണ്ടാമത്തെ ഫേസ് ആണ് സിൻടാക്സ് അനാലിസിസ് ഫേസ് എന്ന് പറയുന്നത്. ഈ വരുന്ന ടോക്കണുകളെ നെക്സ്റ്റ് ഫേസിലേക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പം ടോക്കൺ നമ്മൾ കണ്ടു. അപ്പോൾ ടോക്കൺ നെയിമും ഉണ്ട്, ആട്രിബ്യൂട്ട് വാല്യൂ ഉണ്ട് അല്ലേ. അപ്പോൾ ടോക്കൺ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഏത് ടോക്കണിനകത്താണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് ടോക്കൺ ആണ് അത് ഉദ്ദേശിക്കുന്നതാണ് വരുന്നത്. പിന്നെ അതിന്റെ ആട്രിബ്യൂട്ട് വാല്യൂവും വരും. ഈ ആട്രിബ്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് അതായത് സിമ്പിൾ ടേബിളിലേക്കുള്ള എൻട്രി ആണ് ഈ കാണിക്കുന്നത്. അതിലേക്കുള്ള ഒരു പോയിന്റർ ആണ് ഈ ആട്രിബ്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ടേബിൾ എന്താണെന്നുള്ളത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. ഓക്കെ, എന്താണ് സിമ്പിൾ ടേബിൾ എന്നുള്ളത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം ടോക്കൺ നെയിമും കാണും, ആട്രിബ്യൂട്ട് വാല്യൂവും കാണും. ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ടോക്കണുകൾ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇത് നിങ്ങളുടെ സോഴ്സ് പ്രോഗ്രാമിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് വിചാരിക്കുക. പൊസിഷൻ ഈക്വൽ ടു ഇനിഷ്യൽസ് പ്ലസ് റേറ്റ് ഇൻറ്റു 60. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഗ്രാമിംഗ്. നമ്മൾ എഴുതിയ ഒരു പ്രോഗ്രാമിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് വിചാരിക്കുക. പൊസിഷൻ ഈക്വൽ ടു ഇനിഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60. അപ്പം ലെക്സിക്കൽ അനാലിസിസ് സ്പേസ് എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്കാൻ ചെയ്യും. പി എ സ്കാൻ ചെയ്യും, ഒ എ സ്കാൻ ചെയ്യും, എസിനെ സ്കാൻ ചെയ്യും, ഐ എ സ്കാൻ ചെയ്യും. അങ്ങനെ സ്കാൻ ചെയ്ത് ലാസ്റ്റ് എൻ വരെ സ്കാൻ ചെയ്തിട്ട് നെക്സ്റ്റ് വരുമ്പോഴത്തേക്കിനും എന്താണ്, ഒരു ബ്ലാങ്ക് സ്പേസ് ആണ് അല്ലേ, ഒന്നുമില്ല അവിടെ. അപ്പോൾ ഈ ബ്ലാങ്ക് സ്പേസ് വരുമ്പോഴത്തേക്കിനും എന്താ, അവിടെ വെച്ച് ഇതിനെ ഗ്രൂപ്പ് ചെയ്യും. ഈ പിയും ഒയും ഐയും എസും ഐയും എല്ലാത്തിനെയും കൂടെ ഗ്രൂപ്പ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും എന്താണ്, ഇത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് ആണ് അല്ലേ, പൊസിഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് അല്ലേ. അപ്പം ഇതാണ് ലെക്സീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡായിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നതിനാണ് ലെക്സീം എന്ന് പറയുന്നത്. ഈ ലെക്സീമിൽ നിന്നാണ് എന്ത് ചെയ്യുക, ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ടുള്ള ടോക്കണെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ശരിക്കും ഈ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടോക്കൺ കാറ്റഗറിയിലാണ് വരുന്നത്, ഐഡന്റിഫയർ ആണല്ലേ. ഇത് കീവേഡ് അല്ല, ഐഡന്റിഫയർ. അത് ഐഡന്റിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസേഴ്സ് അവരുടെ ഇഷ്ടത്തിന് കൊടുക്കുന്ന പേരുകളാണ് ഐഡന്റിഫയർ എന്ന് പറയുന്നത്. അപ്പം പൊസിഷൻ എന്ന് പറയുന്ന ഐഡന്റിഫയർ എന്ന് പറഞ്ഞ ഒരു ടോക്കൺ കാറ്റഗറിയിലാണ് വരുന്നത് അല്ലേ. ഇനി നോക്കിയേ, നെക്സ്റ്റ് എന്താണ്, ഒരു സ്പേസ് ആണ്. അപ്പം സ്പേസിനെ എന്ത് ചെയ്യും, ഈ ലെക്സിക്കൽ അനലൈസർ സ്പേസുകളെയൊക്കെ എന്ത് ചെയ്യും, വെറുതെ എടുത്ത് ദൂരെ കളയും. സ്പേസിനെ ഒന്നും കൺസിഡർ ചെയ്യത്തില്ല. നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്പേസ് അവിടെ ഇടാം ഇല്ലേ. പ്രോഗ്രാം എഴുതുന്നവരുടെ ഇഷ്ടമാണ്, 2 സ്പേസ് ഇടാം, അല്ലെങ്കിൽ ഒരു ടാബ് സ്പേസ് ഇടാം, എത്ര വേണമെങ്കിലും സ്പേസ് ഇടാം. അപ്പോൾ ഈ സ്പേസുകളെയൊക്കെ ഉണ്ടല്ലോ കൺസിഡർ ചെയ്യത്തില്ല. സ്പേസുകളെയൊക്കെ എടുത്ത് ദൂരെ കളയും ഈ ലെക്സിക്കൽ അനലൈസർ എന്ന് പറയുന്നത്. ഇനി നോക്കുമ്പോൾ നെക്സ്റ്റ് നോക്കുമ്പോൾ എന്താ, ഒരു ഈക്വൽ ടു ആണ്. അപ്പോൾ ഈക്വൽ ടുവിന് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്, അതൊരു ടോക്കൺ ആണ് അല്ലേ. അതും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടോക്കണിലേക്കാണ് വരുന്നത്. ഇനി നോക്കിയേ, ഇനി നെക്സ്റ്റ് വരുമ്പോൾ എന്താ, INITIAL അങ്ങനെ ഇതിനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇതൊരു ലെക്സീമാണ് അല്ലേ. അപ്പം ഇതിനെ എന്ത് ചെയ്യും, ഇതെന്ന് പറഞ്ഞാൽ അടുത്ത ഐഡന്റിഫയർ കാറ്റഗറിയിലാണ് വരുന്നത് അല്ലേ. ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ ടോക്കണിലാണ് വരുന്നത്, കാറ്റഗറിയിലാണ് വരുന്നത്. നെക്സ്റ്റ് പ്ലസ് റേറ്റ് 60 ഈ ഇൻറ്റു മാർക്ക് അങ്ങനെ ഇതെല്ലാം എന്ത് ചെയ്യും, സ്കാൻ ചെയ്തിട്ട് ഇതിനെ ടോക്കൺ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ പൊസിഷൻ എന്ന് പറഞ്ഞത് അതിന്റെ ടോക്കൺ എന്ന് വരുന്നത് എങ്ങനെയാണ്, ID, 1. ID എന്ന് പറഞ്ഞാൽ ഐഡന്റിഫയർ ഫസ്റ്റ്. ഈ 1 എന്ന് പറയുന്നത് എന്താണ്, 1 എന്ന് പറയുന്ന ഒരു പോയിന്റർ ആണ്. അത് ശരിക്കും പോയിന്റ് ചെയ്യുന്നത് സിമ്പിൾ ടേബിളിലേക്കുള്ള ഒരു എൻട്രി ആണ്. ഓക്കെ, സിമ്പിൾ ടേബിളിൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഐഡന്റിഫയർ ആണ്. ആ ഐഡന്റിഫയർ ഏത് ഐഡന്റിഫയർ ആണ്, അത് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡന്റിഫയർ ആണ്. അങ്ങനെയാണത് മാപ്പ് ചെയ്ത് വരുന്നത്, സിമ്പിൾ ടേബിളിൽ വരുന്നത്. ഓക്കെ, അപ്പം ഇനി അസൈൻമെന്റ്, നെക്സ്റ്റ് വരുന്ന അസൈൻമെന്റ് സിമ്പിൾ, അതായത് നമ്മുടെ ഈക്വൽ ടു, അതിനെ നമ്മൾ ഇങ്ങനെയാണ് അതിന്റെ എന്ത് ടോക്കൺ ആയിട്ട് തന്നെ മാറ്റുന്നത്. ഇതിന് ആട്രിബ്യൂട്ട് വാല്യൂ ഇല്ല. ഓക്കെ, ടോക്കൺ മാത്രമേ ഉള്ളൂ, ആട്രിബ്യൂട്ട് വാല്യൂ ഇതിന് വരുന്നില്ല. ഇനി ഐഡന്റിഫയേഴ്സിനാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, ആട്രിബ്യൂട്ട് വാല്യൂ കൊടുക്കുന്നത്. ഇനി ഇനിഷ്യൽ വരുന്നു. നോക്കി, ഇനി ഐഡന്റിഫയർ ഉണ്ട്. ഇത് ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ അടുത്ത ഐഡന്റിഫയർ ആണ്, ഇത് രണ്ടാമത്തെ ഐഡന്റിഫയർ ആണ്. അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് സിമ്പിൾ ടേബിൾ എൻട്രി കറസ്പോണ്ടിങ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ 2ൽ വരുന്നത് 2 എന്ന് പറഞ്ഞ എൻട്രി എന്ന് പറയുന്നത് എന്താണ്, കറസ്പോണ്ടിങ് ആയിട്ടൊരു ഐഡന്റിഫയർ ആണ്. ആ ഐഡന്റിഫയർ എന്ന് പറയുന്നത് ഇനിഷ്യൽസ് എന്നുള്ള ഐഡന്റിഫയർ ആണ്. ഓക്കെ, അങ്ങനെയാണ് സിമ്പിൾ ടേബിളിൽ വരുന്നത്. നമ്മൾ സിമ്പിൾ ടേബിൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെയാണ് വരുന്നുള്ളത്. ഇനി പ്ലസ് എന്ന് പറയുന്നത് എന്താണ്, അത് ഇങ്ങനെ ഒരു ടോക്കൺ ആണ്. പ്ലസിന് ജനറേറ്റ് ചെയ്യുന്ന ടോക്കൺ ആണ് ഈ പറയുന്ന ഈ സ്റ്റൈലിൽ വരുന്നത്. റേറ്റ്, ഇത് ഐഡന്റിഫയർ ആണ്, അതുകൊണ്ടാണ് ID ഇട്ടേക്കുന്നത്. മൂന്നാമത്തെ ഐഡന്റിഫയർ ഈ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, മൂന്നാമത്തെ ഐഡന്റിഫയർ അല്ലേ. 1, 2 ഐഡന്റിഫയർ കഴിഞ്ഞല്ലോ, മൂന്നാമത്തെ ഐഡന്റിഫയർ ആണ്. ഇനി ഈ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഇത് ഇങ്ങനെ വരും. 60 എന്ന് പറയുന്ന ഒരു ലെക്സീമാണ്, അതിനെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോക്കൺ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എല്ലാ ബ്ലാങ്ക് സ്പേസുകളെ എന്ത് ചെയ്യും, ലെക്സിക്കൽ അനലൈസർ എന്ന് പറയുന്നത് ഡിസ്കാർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്ലാങ്ക് സ്പേസിനെ ഒന്നും കൺസിഡർ ചെയ്യത്തില്ല. എത്ര ബ്ലാങ്ക് സ്പേസ് കൊടുത്താലും അതൊന്നും കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, ലെക്സിക്കൽ അനാലിസിസ് സ്പേസ്. അപ്പോൾ നോക്കിയേ, ഇനി ഞാനിപ്പം ഈ ഒരു ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതാണ് നമ്മൾ കൊടുത്ത ഇൻപുട്ട്, പൊസിഷൻ ഈക്വൽ ടു ഇനിഷ്യൽസ് പ്ലസ് റേറ്റ് ഇൻറ്റു 60 കണ്ടോ. ഇതാണ് നമ്മൾ കൊടുത്ത ഇൻപുട്ട്. ഇത് ലെക്സിക്കൽ അനലൈസർ ഫേസിൽ കൂടെ കടന്നു വരുമ്പോഴത്തേക്കിനും വെളിയിലേക്ക് വരുന്നതാണ് ടോക്കൺ കണ്ടോ. ഇങ്ങനെയാണ് ടോക്കൺ വരുന്നത്. ID1 എന്ന് പറഞ്ഞ ഐഡന്റിഫയർ, ആദ്യത്തെ എന്ന് പറഞ്ഞ ഐഡന്റിഫയർ ആണ്. അതിന്റെ സിമ്പിൾ ടേബിൾ എൻട്രി എന്ന് പറഞ്ഞ 1 ആണ്. അവിടെ നോക്കിയാൽ മനസ്സിലാകും ID. ആ ID എന്ത് ID ആണ്, പൊസിഷൻ ആണ്. ഐഡന്റിഫയർ കറക്റ്റ് ആയിട്ട് എന്താണെന്ന് പൊസിഷൻ ആണ്.
ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഈക്വൽ ടു. ഇനി ID2 കണ്ടോ, രണ്ടാമത്തെ ഐഡന്റിഫയർ ആണ്, അത് സെക്കൻഡ് ഐഡന്റിഫയർ ആണ്. ഈ 2 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പിൾ ടേബിളിന്റെ എൻട്രി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇനിഷ്യൽസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്, അതിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടോ, ഇതെല്ലാം കൂടി ഇങ്ങനെ വരും. ഈ മോളിൽ വന്നേക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്, നമ്മൾ സാധാരണ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ, നമ്മുടെ നോർമലായിട്ട് നമ്മൾ കൊടുത്ത നമ്മുടെ എന്താണ് ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ് അല്ലേ, ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. അതിനെ ലെക്സിക്കൽ അനലൈസർ ഇതുപോലെ ടോക്കൺ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരും. ഓക്കെ, അപ്പോൾ ലെക്സിക്കൽ അനലൈസർ ഫേസിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ടോക്കൺസ് ആണ്. റൈറ്റ്. നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഫേസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ടോക്കണുകളെയാണ് നമ്മുടെ അടുത്ത ഫേസിലേക്ക് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.